നന്നായി പൃഥ്വിരാജ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പൃഥ്വിരാജ് നന്നായിട്ടുണ്ട്. നല്ലൊരു ഹാങ് ഓവർ ആയിരുന്നു കണ്ട് തീരുമ്പോഴും. അടുത്ത കാലത്ത് കണ്ടില്ല നല്ലൊരു സിനിമയായിരുന്നു. ഓക്കെ. സിനിമ എങ്ങനെയുണ്ട്? അഭിപ്രായം പറയാമോ? കൊള്ളാം, നല്ല സിനിമ. ഒരുപാട് മെലിഞ്ഞിട്ട് പോകുന്ന ഒരു പോയി, അത് കണ്ട് വിഷമായി പോയി. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ടല്ലോ, അത് നടന്നു പോകുന്നത്, അത് കണ്ടപ്പോൾ എന്തായാലും പെട്ടെന്ന് സഡൻലി അത് ആക്ച്വലി അത്രയും പ്രതീക്ഷയില്ല. ആക്ച്വലി ഇത് പൃഥ്വിരാജ് തന്നെയാണോ എന്നുള്ളൊരു സംശയം വന്നുപോയി. പൃഥ്വിരാജ് ആണോ എന്നുള്ളൊരു ഭയങ്കര സംശയം വന്നുപോയി. ആക്ച്വലി കൊള്ളാം. ഓക്കെ, താങ്ക് യു. ആടുജീവിതമായിരുന്നു എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. കൊള്ളാം. അറിയായിരുന്നു സ്റ്റോറി നോവലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതെ. ആടുജീവിതം അടിപൊളി. സ്റ്റോറി അറിയായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല ഞങ്ങൾ വന്നപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു. വന്നപ്പോഴത്തേക്ക് നല്ലതാണ്. പൃഥ്വിരാജ് നമുക്ക് സങ്കടം വന്നു, പക്ഷെ റിയൽ സ്റ്റോറി. അതെ, നമ്മളൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ആൾക്കാരുടെ ഒരു അനുഭവം നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഫീലിംഗ്. അങ്ങനെ നടന്നു മെലിഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ആണ് ആ പാൻറ്റൊക്കെ ലൂസായിട്ട് ഇങ്ങനെ വന്നത്. ആദ്യം വന്നപ്പോൾ ഉള്ള ആ ഒരു ഡ്രസ്സും പിന്നെ ഉള്ളത് ലാസ്റ്റ് ഭയങ്കര ഒരു പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇഷ്ടമായി. നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ വിഷമമായി, സങ്കടം വന്നു. ഇതൊരു റിയൽ സ്റ്റോറി കൂടെ ആണല്ലോ. അതെ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ? അയ്യോ, പൃഥ്വിരാജിൻ്റെ കണ്ടു കഴിഞ്ഞാൽ സങ്കടമല്ലേ. എങ്ങനെയുണ്ട്? ബ്രില്യൻറ്റ് ക്രാഫ്റ്റ്. ഒരു എങ്ങനെയാ നോവൽ സ്റ്റോറിയൊക്കെ അറിയാമായിരുന്നു? എനിക്ക് സ്റ്റോറി ഒരു ത്രെഡ് അറിയായിരുന്നു, പക്ഷേ വർക്കും ആ ഡെഡിക്കേഷനും ഒരു രക്ഷയില്ല. അതെ അതിന് നീതി പുലർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഒരു എന്താ പറയുക, ക്രാഫ്റ്റ് പിന്നെ എ ആർ റഹ്മാൻ എല്ലാവരും കൂടെ ഒരു ബ്ലെൻഡ് ചെയ്തൊരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ്. പെർഫോമൻസിലാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ആ ഒരു ഡെഡിക്കേഷനും അതെല്ലാം ആ ഒരു സ്ക്രീനിലുണ്ടായിരുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. അതെ അതേ പറഞ്ഞ അത് റിയൽ ലൈഫ് ആക്ച്വലി അങ്ങനെ തോന്നി. നമുക്ക് റിയലായിട്ട് പുള്ളി ചെയ്യുന്നത് പോലെ തോന്നി. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പാരലായിട്ട് അത് യഥാർത്ഥമായിട്ട് അത് അനുഭവിച്ച ഒരാളുടെ അതാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതെല്ലാം റിയൽ ലൈഫിൽ ഒരാളുടെ ലൈഫിൽ നടന്നൊരു ഇതെന്നും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് വന്നത്. പക്ഷെ ബ്രില്യൻ കേട്ടോ. അവരുടെ വർക്ക് ഡെഡിക്കേഷൻ എല്ലാം വായിച്ചിട്ടില്ല. കാണാൻ നല്ല ഒരു അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അവാർഡ് കിട്ടാനുള്ള സാധ്യതയൊക്കെ. ആടുജീവിതം അടിപൊളിയായിരുന്നു. നല്ല മേക്കിംഗ്, പൃഥ്വിരാജിന്റെ ആക്ടിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര മ്യൂസിക് ആയിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എമോഷണൽ ഫീലിംഗ് വരും. പെരിയോനെ കേൾക്കുമ്പോൾ തന്നെ ഒരു എമോഷണൽ ഫീലിംഗ് വരും. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതെ, പിന്നെ 100%, 200% ഭയങ്കര വർത്ത് മൂവി. സൂപ്പർ പടം. കൊള്ളാം, നല്ല പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പൃഥ്വിരാജിൻ്റെ അഭിനയം നന്നായിട്ട് ജീവിക്കുകയായിരുന്നു. അതെ. ലാസ്റ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് മെലിഞ്ഞിട്ടുള്ള അതൊക്കെ കണ്ടപ്പം കേട്ടോന്ന് തോന്നി. നല്ല സിനിമയായിരുന്നു. വായിച്ചിട്ടുണ്ടോ നോവൽ? വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിനിമയായിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല സിനിമയായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? നല്ല പൃഥ്വിരാജിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. മ്യൂസിക് ഒക്കെ നല്ല മ്യൂസിക് ആയിരുന്നു. എ ആർ റഹ്മാൻ നല്ല മ്യൂസിക് ആയിരുന്നു. മെലിഞ്ഞിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ എന്ത് തോന്നി? പെട്ടെന്ന് ഷോക്ക്. ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. വളരെ ഫീൽ ചെയ്തു. എങ്ങനെയുണ്ട്? അടിപൊളി പടം. അയാളുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് വിഷയോ അടിപൊളി പടം. സൂപ്പർ. മ്യൂസിക് ഒക്കെ നൈസായിരുന്നു. മറ്റേ പടത്തിലെ മൊത്തത്തിൽ നല്ലതായിരുന്നു. പടത്തിന് മ്യൂസിക് ഒക്കെ കറക്റ്റ് ടൈമിലുള്ള ഇതും പിന്നെ പൃഥ്വിരാജിനെ പറയാതിരിക്കാൻ വയ്യ, നല്ല അഭിനയായിരുന്നു. അതെ, അത് പഴയ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലോയിൽ തന്നെ പോയിട്ടുണ്ട്. നല്ല ഒരു ഇത്
കംബാക്കാണ്, നല്ലൊരു പടം. മൂവി തന്നെയാണ് അതെ അതെ, ബർത്ത് മൂവിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയാണ്. ഇതെങ്ങനെ നോവൽ സ്റ്റോറി ചെയ്ത് വായിച്ചിട്ടുണ്ടോ, അറിയായിരുന്നു? ആ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. സിനിമയായിട്ട് കണ്ടപ്പോൾ എന്തോ നമ്മൾ വിഷ്വലൈസ് ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഥ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു വിഷ്വലൈസേഷനാണല്ലോ കൊടുക്കുന്നത്. അപ്പം സ്റ്റോറി വരുമ്പം അവരുടെ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്യുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാലും ഓൾമോസ്റ്റ് സ്റ്റോറി ലൈൻ നല്ല ഒരുപാട് നല്ല ഫ്രെയിമുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഉണ്ടായിരുന്നു. മ്യൂസിക്കും നന്നായിട്ടുണ്ട്. ഒരു 16 വർഷത്തെ കാത്തിരിപ്പാണല്ലോ, അപ്പോൾ അതിനുള്ള ഒരു വൃത്തമുണ്ടോ ഈ ഒരു സിനിമയ്ക്ക്? വളരെ റീസെൻ്റ്ലിയാണ് നമ്മൾ ഈ 16 വർഷത്തെ കാത്തിരിപ്പ് അദ്ദേഹത്തിൻ്റെ ഇതിന് പുറകിലെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അറിയുന്നത്. സോ നല്ല മൂവിയാണ്. ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് കുമാരൻ ഓൾസോ ദാറ്റ് ഗോകുൽ ഹക്കീമിൻ്റെ ക്യാരക്ടർ ചെയ്ത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഏറ്റവും ഇമോഷണലായ സീൻ ഹക്കീമിൻ്റെ സീനാണ്. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അത്. പിന്നെ ആ വേരിയേഷൻ, സൗണ്ടിൻ്റെ വേരിയേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. നന്നായിരുന്നു. നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു? നോവൽ സ്റ്റോറി അറിയായിരുന്നു? അതോ വായിച്ചിട്ടില്ല, അറിയായിരുന്നു. നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ലാസ്റ്റ് പോർഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ടച്ചിങ് നന്നായിട്ട് അഭിനയിച്ചു. ആടുജീവിതമാണോ കണ്ടേ? ആടുജീവിതമാണോ കണ്ടേ? അതെ, കുഴപ്പമില്ല, കൊള്ളാം. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ? അതെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മുന്നേ നോവലൊക്കെ ഇതിന്റെ നോവല് തന്നെയല്ല, നോവല് 2015 ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലും നല്ല ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവിയായിട്ട് വന്നപ്പോഴത്തേക്ക്? മൂവി ഭംഗിയുണ്ട്. നമ്മൾ നോവൽ വായിക്കുന്ന ഒരു ഫീൽ തന്നെ സിനിമയ്ക്ക് തരാൻ പറ്റും. അത് മൊത്തം അതുപോലെയല്ല, ഡിഫറെൻ്റ് ആണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് കൊള്ളാം. ആ പയ്യൻ ഗോകുൽ കൊള്ളാം, പെട്ടെന്ന് എത്തിച്ച പുള്ളിയുടെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യമൊക്കെ? മ്യൂസിക് അടിപൊളിയാണ്. ഏരിസിൻ്റെ ഓഡിയോ ഉണ്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ക്യാമറ വർക്കും ബാക്കി അത് അടിപൊളിയാണ്. ആടുജീവിതമാണോ കണ്ടേ? നല്ല സിനിമ, നല്ല ഫിലിം. നോവലും സ്റ്റോറിയൊക്കെ അറിയായിരുന്നു? ഇത് കഥ കേട്ടിട്ടുണ്ട് വേണ്ട, പക്ഷേ അതൊരു നല്ലൊരു എങ്ങനെയുണ്ടായിരുന്നു സിനിമയായിട്ട് കണ്ടത്? നല്ല സിനിമ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ?